ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. എറണാകുളം ജില്ലയിലുള്ള ഒരു റോഡ് കൂടിയാണ് ഇത്. ലോകത്തിലെവിടെയും ഇതുപോലെ ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ റോഡ് തുടങ്ങുന്നത് എറണാകുളത്തെ ബോൾഗാട്ടി ജംഗ്ഷനിൽ നിന്നാണ്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഹൈക്കോർട്ട് കഴിഞ്ഞ് ഗോശ്രീ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞുള്ള ഫസ്റ്റ് റൗണ്ട് അബൌട്ട് ചുറ്റി വലതുവശത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്ന റോഡ്. അതായത് കണ്ടെയ്നർ റോഡ് എന്ന് പറയും. എറണാകുളത്തുകാർക്ക് ഇത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കാരണം എറണാകുളത്ത് നിന്ന് എയർപോർട്ട് ഭാഗത്തേക്ക്, അതുപോലെ ഹോസ്പിറ്റലായ ആസ്റ്റർ മെഡിസിറ്റി, അമൃത ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം വളരെ എളുപ്പത്തിൽ, അതായത് വൈറ്റിലയിലെയും ഇടപ്പള്ളിയിലെയും ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കിക്കൊണ്ട്, തിരക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് എളുപ്പത്തിൽ എത്താൻ പറ്റിയ ഒരേ ഒരു റോഡാണ് ഇത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റോഡിൻ്റെ അരികിലായിട്ട് ഇതുപോലെ കണ്ടെയ്നർ ലോറികൾ നിരവധി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാകാം. പകൽ സമയങ്ങളെക്കാൾ കൂടുതൽ രാത്രിയിലാണ് ഇവർ പാർക്ക് ചെയ്തിടുക. രാത്രി കാലങ്ങളിലാണ് ഈ പാർക്കിംഗ് കൊണ്ട് മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. നിരവധി ആക്സിഡൻറ്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കാട് കയറി പോവുകയല്ല. ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ റോഡിൽ നമ്മൾ ഇത്രയും ദൂരം വന്നതിന് ശേഷം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. നിലവിൽ ഈ റോട്ടിൽ സ്ട്രീറ്റ് ലൈറ്റുകളോ ഇലക്ട്രിക് പോസ്റ്റുകളോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ടോൾ കൊടുക്കാതെ ഈ റോഡിലൂടെ പോകാൻ കഴിയില്ല. അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. ഇവിടെ ടോൾ പിരിക്കുന്നതിന് യാതൊരു പഞ്ഞവുമില്ല എന്നുള്ളതാണ് സത്യം. കണ്ടോ, ഇതാണ് ടോൾ ഗേറ്റ്. പൊന്നാരിമംഗലം ടോൾ എന്ന് പറയും ഈ ടോളിനെ. അപ്പോൾ ഈ ടോളും കഴിഞ്ഞ് നമ്മൾ ക്യാഷും കൊടുത്ത് പോവുകയാണ്. ഫാസ്ടാഗിൽ എൻ്റെ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ റോഡിൻ്റെ അത്ഭുതം ഇതാണ്. ടോളുണ്ട്, എല്ലാ ഇതുണ്ട്, കാശ് പിരിക്കുന്നുണ്ട്, ജനങ്ങളിൽ നിന്ന് പിഴിയുന്നുണ്ട്, എല്ലാം ഉണ്ട്. വണ്ടികൾ സ്പീഡിൽ പോകുന്നത് കൺട്രോൾ ചെയ്യുന്നതിന് സ്പീഡ് ക്യാമറ വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് MVD ചെക്കിംഗ് ഉണ്ട്, പോലീസുകാർ വന്ന് പരിശോധന ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും രാത്രിയിൽ ഇതിൽ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ഇതുപോലെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന വണ്ടികളുടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ബാക്കിൽ പോയി വണ്ടി ഇടിക്കേണ്ടി വരും. കാരണം അതുപോലുള്ള റോഡാണിത്. വഴിവിളക്കെന്ന് പറയുന്നത് ഈ റോഡിലില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോലും നിങ്ങൾക്ക് ഈ റോഡിൽ കാണാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഇതുപോലെ റോഡ് കാണില്ല. ഇതുപോലെ റോഡ് ഉണ്ടാവും, ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത പല റോഡുകളും നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളൊരു റോഡിൽ ടോൾ പിരിക്കുന്നത് കാഴ്ച ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ ഈ ടോൾ പിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ബോൾഗാട്ടി തുടങ്ങി ഏതാണ്ട് കളമശ്ശേരി വരെ ഏതാണ്ട് 16 കിലോമീറ്ററോളം നീട്ടമുള്ള ഒരു റോഡാണ് ഈ കാണുന്നത്. ഇത്രയും ദൂരം നിങ്ങൾ സഞ്ചരിച്ചാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒരു പോസ്റ്റോ ഇലക്ട്രിക് പോസ്റ്റ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇത്ര സുന്ദരമായ ഒരു റോഡ് വേറെ ഇല്ല എന്നുള്ളതാണ്. സൗകര്യത്തിന്, യാത്രാ സൗകര്യത്തിനും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകുന്നതിനും ഇത്രയും നല്ലൊരു റോഡ് വേറെ ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ വശങ്ങളിലായിട്ട് കായൽപ്പരപ്പുകളും അതുപോലെ ചീനവലകളും എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ കളമശ്ശേരി ഭാഗത്തേക്ക്, അതേപോലെ എയർപോർട്ട് ഭാഗത്തേക്ക്, ഇടപ്പള്ളിയിലെയും വൈറ്റിലയിലെയും ട്രാഫിക്കുകളും തിരക്കുകളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകാൻ പറ്റിയ നല്ല ഒരു റോഡാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ചെയ്യാതെ ടോൾ പിരിക്കുന്ന ഒരേ ഒരു റോഡ് ഇത് മാത്രമായിരിക്കും. നിരവധി അപകടങ്ങൾ ഈ റോഡിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടതുമാണ്. എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായാലും കറക്റ്റായിട്ട് ടോൾ കൊടുത്തു പോകുന്ന ഒരു നാട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെതിരെ പ്രതിഷേധിക്കാതെയും മറ്റും വർഷങ്ങളായിട്ട് ഇതിലൂടെ സഞ്ചരിക്കുന്നവർ ടോൾ കൊടുത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതുപോലെ രസകരമായ യാത്രാ വീഡിയോകളും പ്രതിഷേധങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നേർക്കാഴ്ചയ്ക്ക് വേണ്ടി സിയാദ്.